ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായിട്ട് സൗണ്ട് വേവ്സ് എന്നാണ്. അപ്പോൾ സൗണ്ട് വേവ്സ് എന്താ, അതിനെപ്പറ്റി നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ ഒക്കെ ഉണ്ടാവും 9ാം ക്ലാസ് മുതൽ നിങ്ങൾ പഠിക്കുന്നതായതുകൊണ്ട് അല്ലേ. തുടങ്ങുന്നത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ സ്ക്രീനിൽ ഇപ്പോൾ 3 ചിത്രങ്ങൾ കാണാം. 3 ചിത്രങ്ങൾ. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ ഈ കുട്ടി എന്താ ചെയ്യുന്നത്, ഊഞ്ഞാലിൽ ഇരിക്കുകയാണ് അല്ലേ. ഊഞ്ഞാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊക്കെ ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടാവും. അതാണ് നമ്മൾ സ്വിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിത്രം എന്താ, ഇവിടെ ഒരു ഗ്രാൻഡ് ഫാദർ ക്ലോക്ക്. ആ ഗ്രാൻഡ് ഫാദർ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഇവിടെ ഇത് നമ്മൾ പെൻഡുലം എന്ന് പറയുന്നത്. പെൻഡുലം എന്ന് പറയുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് കാണാം അല്ലേ. അപ്പം ഈ സ്വിങ് ആണെങ്കിലും അതേപോലെ തന്നെ ഈ പെൻഡുലം ആണെങ്കിലും ഇതിൻ്റെ മൂവ്മെൻറ്റിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഈ സ്വിങ് ഈ കുട്ടി ഇവിടെ ഇരിക്കുമ്പം അറ്റ് റെസ്റ്റ് ആയിരുന്നു അല്ലേ, ഒരു പ്രത്യേക പൊസിഷനിൽ ഇവിടെ സെൻട്രൽ നടുഭാഗത്തായിരുന്നു റെസ്റ്റിലായിരിക്കും ഉണ്ടായിരുന്നത്. അതേപോലെ ഈ പെൻഡുലം അതും ഒരു പ്രത്യേക പോയിൻറ്റിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിന് ഇനീഷ്യൽ പോയിൻ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. ഈ പെൻഡുലം എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു മൂവ്മെൻറ്റ് ചെയ്യും, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു മൂവ്മെൻറ്റ് ചെയ്യും. അതേപോലെ ഈ സ്വിങ്ങും അല്ലേ, ഈ ചിത്രത്തിൽ സ്വിങ്ങിൻ്റെയും അതേപോലെ തന്നെ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പൊസിഷൻ O എന്ന് പറയുന്ന ഈ പൊസിഷനാണ് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് നമ്മൾ ഊഞ്ഞാലാണെങ്കിൽ എന്ത് ചെയ്യും, മുമ്പോട്ടങ്ങൾ ഉന്തി കൊടുക്കുമ്പം ഈ ഒരു പ്രത്യേക പൊസിഷൻ ഹൈറ്റിൽ വരെ വന്ന് തിരിച്ചത് ഈക്വിലിബ്രിയം പൊസിഷനിലേക്ക് വന്ന് വീണ്ടും ഇത് പുറകോട്ടേക്ക് പോകും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇംഗ്ലീഷിൽ നമുക്കതിനെ ടു ആൻഡ് ഫ്രോ മോഷൻ എന്നാണ് പറയാം. മുമ്പോട്ടും പുറകോട്ടുള്ള ഈ മോഷൻ നമ്മൾ വിളിക്കുന്ന പേര് ടു ആൻഡ് ഫ്രോ മോഷൻ. അങ്ങനെ മുമ്പോട്ടും പിന്നോട്ടും ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ ഒരു ടു ആൻഡ് ഫ്രോ മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസിലേഷൻ. അപ്പോൾ എന്താ ഓസിലേഷൻ, സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ ഓസിലേഷൻ ഇസ് ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജെക്റ്റ് അറ്റ് എ റെഗുലർ ഇൻ്റർവെൽ. ഒരു പ്രത്യേക നിശ്ചിത സമയമായിരിക്കും. മുമ്പോട്ട് പോകാനൊരു സമയം, പുറകോട്ട് പോകാനൊരു സമയം, അങ്ങനെയല്ല. ഒരു തുല്യ സമയത്തിനുള്ളിൽ മുമ്പോട്ടും പിറകോട്ടും പോകുന്ന മോഷനെ വിളിക്കുന്ന പേരാണ് ഓസിലേഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മൂവ്മെൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ മോഷൻ എന്നും പറയും. അപ്പം ഇവിടെ നമ്മുടെ അടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിങ് ഹാവ്. സർക്കുലർ അല്ല, സർക്കുലർ എന്താ ഒരു ഫുൾ സർക്കിൾ കറങ്ങണ്ടേ, ഇതൊരു ഫുൾ സർക്കിളൊന്നും കറങ്ങുന്നില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വിങ്ങിൻ്റെയും അതേപോലെ തന്നെ നമ്മളുടെ പെൻഡുലത്തിൻ്റെ മോഷൻ എന്താണ്, ഓസിലേറ്ററി മോഷൻ എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്. അപ്പം മൂവ് ചെയ്യാത്ത സമയത്ത് ഇതൊരു പ്രത്യേക പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ആ പൊസിഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ ഫ്രീ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫ്രീ സ്റ്റേറ്റിൽ ഇത് എവിടെയായിരിക്കും നിൽക്കുന്നത്, O എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കും. അപ്പോൾ ഇത് ഇനീഷ്യൽ പൊസിഷൻ എന്താണ്, O അല്ലേ. O എന്ന് പറയുന്ന ഇനീഷ്യൽ പൊസിഷനിലായിരിക്കും ഇത് നിൽക്കുക. അപ്പം ഒന്നും കൂടി നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ, നിങ്ങളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ ഓസിലേഷൻ്റെ ഡെഫിനിഷൻ എന്താ വരുന്നത്, ഓസിലേഷൻ ഇസ് എ പീരിയോഡിക് മോഷൻ. Oscillation is a periodic motion in which an object moves to and fro at regular intervals of time about its equilibrium position അല്ലേ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ചോദ്യം, എന്താണ് ഈ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ, അപ്പം റൈറ്റ് സൈഡിലേക്ക് പോകാൻ ഒരു 5 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാൻ അത്ര തന്നെ സമയം എടുക്കുകയാണെങ്കിൽ ആ ടൈപ്പ് മോഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരിയോഡിക് മോഷൻ. അതായത് എമോഷൻ എന്താണ്, ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേക സമയത്തിനുള്ളിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് മോഷൻ. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം നമ്മളുടെ ഭൂമി സൂര്യൻ്റെ ചുറ്റും കറങ്ങുന്നുണ്ട് അല്ലേ, സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. നമുക്കറിയാം ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി വരാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്, 365.4 ദിവസം. അതായത് നമ്മളുടെ ഒരു വർഷമാണ് എടുക്കുന്നത്. അപ്പോൾ ചില വർഷം 370, ചില വർഷം 380 ദിവസം എടുക്കുന്നുണ്ടോ ഭൂമി സൂര്യന് ചുറ്റാൻ? ഇല്ല അല്ലേ. ഒരേപോലെയാണ് ഭൂമിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. 365.4 ദിവസം എന്ന് പറഞ്ഞാൽ 365.4 ദിവസം തന്നെ ആയിരിക്കും അല്ലേ, അതിന് കൂടുകയോ കുറയൊന്നുമില്ല. അങ്ങനെ അതാണ് ഒരു എക്സാമ്പിൾ എന്തിൻ്റെ, പീരിയോഡിക് മോഷൻ്റെ. പിന്നെ ഭൂമി സ്വന്തമായിട്ട് കറങ്ങുന്നുണ്ട് അല്ലേ, 24 മണിക്കൂർ എടുത്തിട്ടാണ് ഭൂമി
ഫുൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ റൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് എന്ത്, പകലും രാവൊക്കെ ഉണ്ടാവും. നമ്മൾ പഠിച്ചതാണ് ജിയോഗ്രഫിയിൽ ഓൾറെഡി. അപ്പം അങ്ങനെയുള്ള മോഷൻ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന മോഷൻ നമ്മൾ എന്താ പറയുന്നത്, പീരിയോഡിക് മോഷൻ. അപ്പോൾ അങ്ങനെ ഒരു പീരിയോഡിക് മോഷനാണ് എന്ത്, നമ്മളുടെ ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ മുമ്പോട്ട് പോയി പ്രത്യേക സമയത്തിൽ പുറകോട്ടും വന്ന് അങ്ങനെയുള്ള ഒരു പീരിയോഡിക് മോഷൻ വിച്ച് an object moves to and fro, മുമ്പിലും പുറകിലേക്കും മൂവ് ചെയ്യുക at regular intervals of time. അപ്പോൾ ഇവിടെ റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം നമുക്ക് തന്ന എത്രയാണ്, എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഓന്ന് ബിയിലേക്കുള്ളതും എ എന്ന് പറയുന്ന അതേ ഡിസ്റ്റൻസാണ് ഓന്ന് എയിലേക്കുള്ളതും. അതാണ് ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ തുല്യ ദൂരം ഇത് ഇവിടെ ട്രാവൽ ചെയ്യുന്നത്. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു ഇവിടെ എ, ഇങ്ങോട്ടേക്കും എ. അങ്ങനെ ഒരു പ്രത്യേക റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഒരു ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന പീരിയോഡിക് മോഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഓസിലേഷൻ. Oscillation is a periodic motion in which an object moves to and fro at regular intervals of time about its equilibrium position. അതാണ് ഡെഫിനേഷൻ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എന്താണത്, ടു ആൻഡ് ഫ്രോ ഓസിലേഷൻ. ടു ആൻഡ് ഫ്രോ എന്താണ് ഓസിലേഷൻ? ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഓസിലേഷൻ. പീരിയോഡിക് മോഷൻ ഒന്നും കൂടി നിങ്ങളുടെ ആൻസറിനെ സ്ട്രോങ് ആക്കും. ഓക്കെ, പെട്ടെന്ന് ഇപ്പോൾ പീരിയോഡിക് മോഷൻ കിട്ടിയില്ലെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇത്ര എഴുതി വെച്ചതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും, മാർക്ക് നഷ്ടപ്പെടുകയൊന്നുമില്ല. പക്ഷേ ആ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഒന്നും കൂടി സ്ട്രോങ് ആയി. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിവിടെ ഒരു ചോദ്യമാണ്. ഇൻ ദ ഫിഗർ വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്ക് എത്രയാണ് ഇതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ എത്ര ഒരു മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്, എ ആണ് അല്ലേ. ഒരു സൈഡിലേക്ക് എ എന്ന് പറയുന്ന ദൂരത്തേക്കാണ് മാക്സിമം ഈ ഊനാലാണെങ്കിലും പെൻഡുലമാണെങ്കിലും മൂവ് ചെയ്യുന്നത്. അതേപോലെ ഓന്ന് എയിലേക്കുള്ള ദൂരം സെയിം അല്ലേ, എ തന്നെയാണ് വരുന്നത്. അപ്പം മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് വരുന്നത്, ഏത് സൈഡിലേക്കാണെങ്കിലും സെയിം ആണ് അല്ലേ, എ. അപ്പോൾ നമ്മളുടെ ഉത്തരവിടെ എന്തായിരിക്കും, എ ആയിരിക്കും. ഒരു സൈഡിൽ മാക്സിമം ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ദൂരം എ ആയിരിക്കും. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ 2 എക്സാമ്പിൾ കണ്ട് അല്ലേ. എന്തൊക്കെയായിരുന്നു 2 എക്സാമ്പിൾ ഓസിലേഷൻ്റെ? ഒന്ന് നമ്മൾ കണ്ടത് സ്വിങ്, രണ്ടാമത്തെ നമ്മൾ കണ്ടത് എന്താ, പെൻഡുലം അല്ലേ, ക്ലോക്കിൻ്റെ പെൻഡുലം. അതേപോലെ വേറെ 2 എക്സാമ്പിൾസ് കൂടി നമ്മളടുത്ത് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇവിടെ എഴുതുന്ന എക്സ്ട്രാ എക്സാമ്പിൾ എന്താ, നമ്മൾ പക്ഷികളുടെ ചിറക് കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ പക്ഷീൻ്റെ ചിറക് അവർ മൂവ് ചെയ്യുന്ന എങ്ങനെയാണ്, ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ബോഡീൻ്റെ മുകളിലായിരിക്കും വിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പോയിൻ്റിൽ നിന്ന് മുകളിലേക്കും താഴേക്കും ടു ആൻഡ് ഫ്രോ മോഷനാണ് അവരുടെ വിങ്സ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിറക് അടിക്കുന്നത്, ഫ്ലാപ്പിംഗ് ഓഫ് വിങ്സ് എന്തിൻ്റെ എക്സാമ്പിളാണ്, ഒരു ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ്റെ എക്സാമ്പിളാണ് വരുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ അതെന്താ, നമ്മളുടെ വെഹിക്കിൾസിലൊക്കെ മഴ പെയ്യുമ്പോൾ വൈപ്പർ എന്ന് പറഞ്ഞ സാധനം ഇടും അല്ലേ, ഗ്ലാസ് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വൈപ്പറിൻ്റെ മോഷൻ, ആ വൈപ്പർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇങ്ങോട്ടും അങ്ങോട്ടും അല്ലേ, ഇങ്ങനെയാണ് വൈപ്പർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തന്നെയാണ്, ഒരു പോയിൻ്റിൽ നിന്ന് ഈ വൈപ്പറിൻ്റെ ബ്ലേഡ് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും. അതെന്തിൻ്റെ എക്സാമ്പിളാണ്, ഓസിലേറ്ററി മോഷൻ്റെ എക്സാമ്പിളാണ്. എന്ത്, മൂവ്മെൻറ്റ് ഓഫ് വിൻഡ് സ്ക്രീൻ വൈപ്പർ. ഇതാണ് ഗിവ് മോർ എക്സാമ്പിൾസ് ഓഫ് ഓസിലേറ്ററി മോഷനിൽ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു ഇതായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് അല്ലേ, ചെറിയൊരു ന്യൂമറിക്കൽ. അപ്പോൾ അവിടെ ചോദിച്ചത് എന്താ, ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻസ്. ഒരു പെൻഡുലം ഉണ്ട്, 30 ഓസിലേഷൻ നടത്താൻ വേണ്ടി ഇതിന് എത്ര സമയം വേണം, 1 minute വേണം. അങ്ങനെയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ നടത്താൻ ഇതിന് എത്ര സമയം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ടൈം ഫോർ 30 ഓസിലേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, 1 minute ആണ് അല്ലേ. 1 minute എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര സെക്കൻഡ്സാണ്. 1 minute എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 seconds ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ടൈം 1 minute ആണ് നമുക്ക് തന്നത് അല്ലേ. ടൈം ടേക്കൺ ഈസ് 1 minute. പക്ഷേ നമുക്ക് 1 minute വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആൻസർ SI യൂണിറ്റ് ടൈമിൻ്റെ എന്താ വരുന്നത്, സെക്കൻഡ്സ് ആണ്. 1 minute എത്ര സെക്കൻഡ്സ് ആണ്, 60 seconds ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചത്
ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന സമയം അല്ലേ. 60 സെക്കൻഡ്സാണ് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. ടൈം ഫോർ 1 ഓസിലേഷനാണ് നമ്മളടുത്ത് ചോദിച്ചത്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്താൽ മതി? 30 ഓസിലേഷനിൽ 60 സെക്കൻഡ്സ്. അപ്പം 1 ഓസിലേഷനുള്ള സമയം 60 അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഈ 30നെ നമ്മൾ ഈക്വൽസിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷനുള്ള ഈ 30 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവിഷനിലേക്ക് വരും. അപ്പം ടൈം ഫോർ 1 ഓസിലേഷൻ എത്രയായിരിക്കും? 60/30. ഈ 0 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 6/3 ആണ് വരുന്നത്. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 2 ആണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ്സ് ആണ്. എപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ ആയി എന്ന് പറയുന്നത്? അതും നമ്മളിവിടെ ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ വരുന്നത്. ഈ പൊസിഷൻ O എന്നെടുക്കാം. ഇവിടെ മാക്സിമം B എന്ന് പറയുന്ന പൊസിഷൻ വരെ ഈ പെൻഡുലമോ സ്വിങ്ങോ പോകുന്നുണ്ട് വിചാരിക്കാം. A എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഇത് തിരിച്ചു വരുന്നുണ്ട് വിചാരിക്കാം. അപ്പം ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഒരു സ്വിങ് എയിലേക്ക് വന്ന് പിന്നെ വീണ്ടും ഓയിലേക്ക് പോയി വീണ്ടും ഓന്ന് ബിയിലേക്ക് തിരിച്ച് ഇങ്ങോട്ടേക്കും വന്ന് അപ്പം ഓന്ന് എയിലേക്ക് തിരിച്ച് എന്ന് ഒ പിന്നെ ഓന്ന് ബി പിന്നെ തിരിച്ച് ബിന്ന് ഒ അങ്ങനെ ഒ എ ഒ ബി കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ആ ഒരു സമയം എപ്പോഴാണോ അതിനാണ് നമ്മൾ പറയുന്നത് വൺ ഓസിലേഷൻ. അപ്പോൾ ഓന്ന് എയിലേക്ക് പോയി എന്ന് തിരിച്ച് ഓയിലേക്ക് വന്ന് വീണ്ടും ഓന്ന് ബിയിലേക്ക് പോയി ബിന്ന് ഓയിലേക്ക് വരുന്ന ആ ഒരു നിമിഷത്തിലാണ് നമ്മൾ പറയുന്നത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളത് അല്ലേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അതിൻ്റെ കറക്റ്റ് ഇക്വിലിബ്രിയം പൊസിഷനിൽ വരുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. ഈ ഒരു പ്രത്യേക ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം അല്ലേ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പീരീഡ്. PERIOD പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് വരുന്നത്? ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് പീരീഡ് എന്ന് പറയും. അപ്പോൾ ആ പീരീഡിൻ്റെ സിമ്പിൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്റർ ടി. ക്യാപിറ്റൽ ലെറ്റർ ടി എന്നാണ് അതിൻ്റെ സിമ്പിൾ വരുന്നത്. പീരീഡിൻ്റെ യൂണിറ്റ് എന്താ? SI യൂണിറ്റ് സെക്കൻഡ്സ് ആണ്. ഓക്കെ, സെക്കൻഡ്സ്. അപ്പം നമ്മൾ സെക്കൻഡിലാണ് പീരീഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് നമ്മൾ പീരീഡ് എന്ന് പറയും. അതിൻ്റെ സിമ്പിൾ എന്താണ്? ക്യാപിറ്റൽ ടി ആണ്. അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതേപോലെ അടുത്തൊരു ചെറിയൊരു പ്രോബ്ലം കൂടി. അതെന്താ? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ നമ്മൾ ആൻസർ എന്താ കണ്ടുപിടിച്ചത്? ഒരു കംപ്ലീറ്റ് ഓസിലേഷന് 2 സെക്കൻഡാണ് ആണ് കിട്ടിയത് നമുക്ക്. ഇവിടെ നമ്മളടുത്ത് ചോദിച്ചത് എന്താ? ഒരു സെക്കൻഡിൽ ഇത് എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചത് അല്ലേ. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യും? നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ എന്താ കണ്ട്? ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം 2 സെക്കൻഡാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഇത് എത്ര ഓസിലേഷൻസ് നടത്തും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ തന്നെ എഴുതാം. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 മിനിറ്റ് എത്രയാണ് തന്നത്? 30. ദ സെയിം കംപ്ലീറ്റ്സ് ഇൻ 1 സെക്കൻഡ്. 60 സെക്കൻഡിൽ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. എത്രയാണത്? 30 ഓസിലേഷൻസ് ആണ് 60 സെക്കൻഡ്സിൽ അല്ലെങ്കിൽ 1 മിനിറ്റിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അവിടെ. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ഉണ്ടാവും നമുക്ക് കാണാൻ എങ്ങനെയാണ്? ഈ 30നെ എന്ത് ചെയ്താൽ മതി? 60 സെക്കൻഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 30 6 0 കട്ട് ചെയ്ത് പോയി 3/6 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക 3/6. നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചെറുതാക്കുന്ന മെത്തേഡ് അറിയാമെങ്കിൽ അതായിരിക്കും നല്ലത്. ഇവിടെ 3ലും 6ലും പോകുന്ന കോമൺ നമ്പർ എന്താ? 3 തന്നെയാണ് അല്ലേ. 3/3 ചെയ്താൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 1 ആണ്. 6/3 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 ആണ്. അപ്പോൾ ഫ്രാക്ഷനിൽ 1/2 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന മെത്തേഡ് അറിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 3നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 3 6 പോവില്ല. നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഒരു 0 ഇട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ എന്ത് ചെയ്യുക? 0 ഇറക്കി കൊടുക്കുക.
ഇപ്പം 5 × 6 ആണ് 30 നമുക്കറിയാം അല്ലേ. അങ്ങനെ ആൻസർ എന്താ കിട്ടുന്നത്? 0.5. അപ്പം ഒരു സെക്കൻഡിൽ എടുക്കുന്ന എത്ര ഓസിലേഷൻസാണ് വരുന്നത്? 0.5. അര ഓസിലേഷനേ വരുന്നുള്ളൂ അല്ലേ. ഹാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെസിമൽ ഫോം എന്ത് തന്നെയാണ്? 0.5 അല്ലേ. നമ്മൾ ഇങ്ങനെ ചെയ്താൽ ആൻസർ ശരി തന്നെയാണ്, നിങ്ങളിങ്ങനെ ചെയ്താൽ ആൻസർ കറക്റ്റ് തന്നെയാണ്. ഹാഫ് ആൻഡ് 0.5 തന്നെയാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പം നമുക്കവിടെ കിട്ടിയ എന്താണ്? ഒരു സെക്കൻഡിൽ അര ഓസിലേഷൻ നടക്കുള്ളൂ. അര ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ 0 ഒന്ന് എയിലേക്ക് അല്ലെങ്കിൽ 1 ബിയിലേക്ക്, അതാണ് ഹാഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. കംപ്ലീറ്റ് ആവുന്നില്ല. ഓക്കെ, ആ പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. ആ ഡെഫിനിഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മളിപ്പോൾ ഈ ചെയ്ത പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് വരുന്നത്? ആ ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ ആ ഡെഫിനിഷൻ നമുക്ക് തരുന്നത് എന്താ വെച്ചാൽ എന്താണ് ഫ്രീക്വൻസി എന്നാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിനകത്ത് എത്ര ഓസിലേഷനാണോ നടക്കുന്നത്, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ നടക്കുന്നുണ്ടോ ആ എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി. ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 second ഈസ് കോൾഡ് ഫ്രീക്വൻസി അല്ലേ. അതാണ് ഫ്രീക്വൻസി. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹേർട്സ് എന്ന് പറയുന്ന യൂണിറ്റിലാണ്. HERTZ ഹേർട്സ്. HZ ആണ് അതിൻ്റെ സിമ്പിൾ വരുന്നത്.